അടുത്തത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും ചോദിച്ചുള്ളതാണ്. സ്പെഷ്യൽ ഫണ്ട്സ് രജിസ്റ്റേഴ്സ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നില്ല, പക്ഷേ ഇതിനകത്ത് സ്പെഷ്യൽ ഫണ്ട്സ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കുമ്പോൾ അത് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുമെങ്കിലും വേണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ സ്പെഷ്യൽ ഫണ്ട്സ് രജിസ്റ്റേഴ്സ്. ഇത്ര എണ്ണം ഉണ്ട്. അറ്റ്ലീസ്റ്റ് കുറച്ചെണ്ണമെങ്കിലും നമ്മൾ പഠിച്ചു വയ്ക്കും. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലൈനെങ്കിലും എഴുതാൻ പറ്റും, ഒരു പകുതി എണ്ണത്തോളം. ഓക്കെ, എ സി സി എന്തായിരിക്കും? അക്യുമുലേറ്റർ ആണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് ബി രജിസ്റ്റർ ആണ്. ഡി പി എച്ച് ആൻഡ് ഡി പി എൽ ഉണ്ട്. ഓക്കെ, അഡ്രസ്സിങ് എക്സ്റ്റേണൽ മെമ്മറി അഡ്രസ് ആണ്. അഡ്രസ്സിങ് എക്സ്റ്റേണൽ ആയിട്ടുള്ള മെമ്മറി അഡ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡി പി ടി ആർ എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ ആണ്. അത് ഒരു 16-bit രജിസ്റ്റർ ആണ്. അതിനെ നമുക്ക് രണ്ടായിട്ട് ആക്സസ് ചെയ്യാം. അതിന്റെ ഹയർ ബൈറ്റും ലോവർ ബൈറ്റും എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ആക്സസ് ചെയ്യാം. അപ്പൊ ഡി പി എച്ചും ഉണ്ട്, ഡി പി എല്ലും ഉണ്ട്. ഓക്കെ, ഡി പി ടി ആർ നമുക്ക് പ്രോഗ്രാം പഠിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, എക്സ്റ്റേണൽ മെമ്മറി അഡ്രസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഡി പി ടി ആർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഐ ഇ ഇന്ററപ്റ്റ് എനേബിൾ കൺട്രോൾ എന്തായിരിക്കും എന്നറിയാലോ. ഐ ഇ എനേബിൾ ആണെങ്കിൽ നമുക്ക് ഇന്ററപ്റ്റ് ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ഇല്ലാത്തപ്പം എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. ദെൻ ഐ പി ഇന്ററപ്റ്റ് പ്രയോറിറ്റി. ദെൻ P0 P1 P2 P3 എന്തായിരിക്കും? P0 പോർട്ട് 0 ലാച്ച്, പോർട്ട് 1 ലാച്ച്, പോർട്ട് 2 ലാച്ച്, പോർട്ട് 3 ലാച്ച്. ഓക്കെ, PCON SCON രണ്ടെണ്ണം ഉണ്ട്. PCON എന്ന് പറയുന്നത് പവർ കൺട്രോൾ, SCON എന്ന് പറയുന്നത് സീരിയൽ പോർട്ട് കൺട്രോൾ. ഓക്കെ, PSW നമ്മൾ പഠിച്ചാണ്, പ്രോഗ്രാം സാറ്റിസ്ഫൈഡ്. ദെൻ SBUF എന്ന് പറഞ്ഞ സീരിയൽ പോർട്ട് ഡാറ്റ ബഫർ. SP എന്ന് പറഞ്ഞ സ്റ്റാക്ക് പോയിന്റർ. ദെൻ T മോഡ് TCON. T മോഡ് എന്ന് പറഞ്ഞ ടൈമർ ഓർ കൺട്രോൾ മോഡ് കൺട്രോള്. TCON എന്ന് പറഞ്ഞ ടൈമർ ഓർ കൺട്രോൾ കൺട്രോൾ. ഓക്കെ, ഇവിടെ ഒരു M എന്ന് പറയുന്നതിന്റെ മോഡ് കൂടെ വരുന്നത് മാത്രം, മറ്റേതിനകത്ത് മോഡില്ല. ഓക്കെ, ദെൻ TL0 TH0 TL1 TH1 ഇത്രേ ഉള്ളൂ. ടൈമർ ആണ്. ടൈമർ 0 ടൈമർ 1 ആണ്. അതിന്റെ ലോവർ ബൈറ്റ് ഹയർ ബൈറ്റ്. ടൈമർ 1ന്റെ ലോവർ ബൈറ്റ് ഹയർ ബൈറ്റ്. ഇത്രയും എണ്ണം മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഫണ്ട്സ് രജിസ്റ്റേഴ്സ് ആയിട്ട്. ഈ ഓരോന്നിനെ പറ്റിയും ജസ്റ്റ് ഒരു 2-3 ലൈനായിട്ട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കിടപ്പുണ്ട്. ഞാനൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പറയാണ്. തൽക്കാലം എക്സാം മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്താലും മതി. ഓക്കെ, ഇതിൽ കുറെ എണ്ണമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രോഗ്രാം സാറ്റിസ്ഫൈഡ് അറിയാം, അക്യുമുലേറ്റർ ബി എന്താണെന്ന് അറിയാം. ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡി പി ടി ആർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബാക്കി ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് കൂടുതൽ സമയം ചോദിച്ചേക്കുന്നത്. പക്ഷെ ഏതോ ഒരു തവണയൊക്കെ 6 മാർക്കിനും ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറോടെ നോക്കുക.